തിരുവനന്തപുരം കണ്ടലയിൽ ഗുണ്ടാ സംഘത്തിന്റെ ആക്രമണമുണ്ടായി. വീടുകൾ അടിച്ചു തകർത്തു. അരുമാളൂർ സ്വദേശികളായ ബിജു, പ്രജീഷ്, മനു എന്നിവർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. എന്നെ കണ്ടു കഴിഞ്ഞാൽ മാമ എന്ന് വിളിക്കുന്ന പിള്ളമാരാണ്. പക്ഷെ ഇവരെല്ലാം ഈ കഞ്ചാവും അടിച്ച് കള്ളും കൂടെ തലയ്ക്ക് കയറിയപ്പോൾ പെട്ടെന്നുള്ള അനിയനും ചേട്ടനും തമ്മിലുള്ള പ്രശ്നത്തിൽ നമ്മൾ പോയി ഒരാളിനെ മാറ്റി വിളിച്ചുകൊണ്ട് വന്നതിന്റെ പേരിലാണ്. അല്ലല്ല, അവരുടെ അനിയനാണ്. അവരുടെ അനിയനും ചേട്ടനുമായിട്ടുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ബൈക്കിലിങ്ങോട്ട് വരുന്നത്. അപ്പൊ ഈ അവിടെ ഒരു പ്രശ്നം വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് അതിൽ ഒരു പയ്യനെ ഞാൻ എന്റെ ബൈക്കിൽ കയറ്റി എന്റെ വീടിന്റെ അവിടെ കൊണ്ടുവന്നിട്ട് പ്രശ്നമൊന്നും വേണ്ട എന്ന് പറഞ്ഞു. അവന്റെ ബാക്കിൽ നിന്നാണ് അവന്റെ ചേട്ടനും വേറെ 4-5 പയ്യന്മാരുമായിട്ട് വന്നാണ് ഈ പ്രശ്നം ഉണ്ടാക്കിയത്. ഗോകുൽനാഥ് വിവരങ്ങളുമായി ചേർന്നത്. ഗോകുൽ, ഈ ഗുണ്ടാക്രമം അത് കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട്. തിരുവനന്തപുരത്ത് കുറെ കാലമായി ഉണ്ട്. ഈ ഗുണ്ടകൾ ആരാണ്, അല്ലാത്തവരാരാണ് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തൊരു സ്ഥിതിയാണ് തിരുവനന്തപുരത്ത് പലപ്പോഴും ഗ്രാമമേഖലയിൽ ഉൾപ്പെടെ ഉണ്ടാകുന്നത്. ഈ മേഖല കേന്ദ്രീകരിച്ച് നിരന്തരമായ അക്രമ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളാണോ? അവിടെ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ്? പോലീസ് പറയുന്നത് എന്താണ്? പ്രജീഷ, കണ്ടല അരുമാളൂരിലാണ് ഇത്തരത്തിൽ ഇന്നലെ രാത്രിയോടുകൂടി ഇത്തരത്തിൽ വലിയ ഒരു അക്രമം ഉണ്ടാകുകയും പല വീടുകൾക്ക്, ഒരു വീടിന് മാത്രമല്ല പല വീടുകൾക്കടക്കം പല വീടുകൾ ഈ അക്രമി സംഘം അടിച്ചു തകർക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. ഇന്നലെ വൈകുന്നേരം കണ്ടല സ്വദേശി, അതായത് കണ്ടല അരുമാളൂർ സ്വദേശി ബിജുവിൻ്റെ വീടിൻ്റെ മതിലിലിരുന്ന് ഒരു സംഘം മദ്യപിക്കുകയും ബിജു അത് ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അതേ തുടർന്ന് ബിജുവിനെ ഇവർ ആക്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ അടുത്തുള്ള വീടുകളിൽ നിന്ന് മനു, പ്രജീഷ് തുടങ്ങിയ 2 ബന്ധുക്കൾ കൂടെ ഇത് വരികയും ബിജുവിനെ രക്ഷിക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. ആ സമയത്താണ് ഇത്തരത്തിൽ അവർക്ക് കൂടെ മർദ്ദനമേക്കുന്ന തരത്തിലേക്ക് കാര്യം മാറുകയും പിന്നീട് ഈ സംഘം മടങ്ങിയ ശേഷം അവർ മാരകായുധങ്ങളുമായി തിരികെ വരുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ട്. എന്തായാലും ഈ പ്രദേശത്ത് നിന്ന് വടിവാൾ, അതുപോലെ കത്തി തുടങ്ങിയ മൂർച്ചയേറിയ ആയുധങ്ങളൊക്കെ തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. എന്തായാലും ഈ സമയത്ത് തന്നെ മനുവിനും അതുപോലെ തന്നെ പ്രജീഷിനും കൈക്കൊക്കെ തന്നെ ചെറിയ രീതിയിലല്ല വെട്ടേൽക്കുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും ഇവരെയൊക്കെ തന്നെ പരിക്കേറ്റവരെ നെയ്യാറ്റിൻകര ആശുപത്രിയിലേക്ക് മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇവരൊക്കെ തന്നെ നിരന്തരമായി ഈ പ്രദേശത്ത് കലാപം സൃഷ്ടിക്കുന്ന ആളുകളാണെന്നടക്കമുള്ള കാര്യങ്ങളാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ പോലീസ്. പല വീടുകളുടെയും രാത്രി സമയത്ത് പല വീടുകളുടെയും മുറ്റത്തിരുന്ന് മദ്യപിക്കുകയും അതേപോലെ തന്നെ ബിയർ കുപ്പികൾ എടുത്തെറിയുകയും അടക്കം വാഹനങ്ങൾക്കടക്കം തീയിടുകയൊക്കെ ചെയ്ത കേസിൽ മുൻപും ഇവർക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിക്കുകയും ഒപ്പം പല കേസുകളിലും പ്രതികളുമാണ് ഇവർ. ഗുണ്ടാ സംഘങ്ങളുടെ തേരോട്ടമാണ് പലയിടത്തും. വീണ്ടും ഒരു സംഭവം കൂടി തിരുവനന്തപുരത്ത്, നഗരത്തിൽ നിന്ന് അധികം ദൂരെയല്ലാത്ത ഇടത്ത് കണ്ടലയിൽ ഉണ്ടായിരിക്കുകയാണ്. അതിന്റെ വിവരങ്ങളാണ് ഗോകുൽനാഥ് നൽകിയത്.